മകനും കുടുംബവും ന്യൂസിലാൻഡിലാണ്. അവന് 2.5 വയസ്സായ ഒരു മകനും മകൻ്റെ ഭാര്യ 8 മാസം ഗർഭിണിയുമായിരുന്നു. 8 മാസം വരെ ചെക്കപ്പിൽ യാതൊരു പ്രശ്നങ്ങളും കണ്ടിരുന്നില്ല. സാധാരണ പോലെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 8-ാം മാസത്തെ സ്കാനിങ്ങിൽ കുഞ്ഞിന് മൈക്രോസെഫാലിയ എന്ന രോഗം, തല ചെറുതും ഉടൽ വലുതുമാകുന്ന അവസ്ഥ ഉണ്ടെന്ന് സ്ഥിരീകരിക്കുകയും തുടർ ചികിത്സയ്ക്ക് വലിയ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തു. ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ന് പറയുകയും മകനെയും ഭാര്യയെയും കൗൺസിലിങ്ങിനായിട്ട് അവർ തയ്യാറാക്കുകയും ചെയ്തു. ഏത് കുട്ടി വന്നാലും സ്വീകരിക്കാൻ തയ്യാറാകണം. ഞങ്ങളും പറഞ്ഞു, പക്ഷേ മകനെ ഏറ്റവും വലിയൊരു വൈദ്യനെയാണല്ലോ നമ്മൾ കാണുന്നത്. മെഡിക്കൽ സയൻസൊക്കെ തോറ്റ എത്ര ചരിത്രമുണ്ട്. നീ ഭക്തിയായിട്ട് പ്രാർത്ഥിക്കുക, നിങ്ങളും പ്രാർത്ഥിക്കും, ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. 2 ആഴ്ച കഴിഞ്ഞ് ഇവർ ഹൈ റിസ്ക് പ്രഗ്നൻസി ആയതുകൊണ്ട് വലിയ ഹോസ്പിറ്റലിലേക്കാണ് റെഫർ ചെയ്തിരുന്നത്. അവിടെ സ്കാനിങ്ങിനായിട്ട് ചെന്നു. സ്കാനിങ് കഴിഞ്ഞു. ഡോക്ടേഴ്സിന് എന്തോ ഒരു സംശയം, വീണ്ടും അവർ സ്കാൻ ചെയ്യുകയാണ്. അപ്പോൾ ഞാനിവിടെ ഉടമ്പടി എടുത്തിട്ട് 2 ആഴ്ച കഴിഞ്ഞിരുന്നു. വീണ്ടും സ്കാൻ ചെയ്തു. അൺബിലീവബിൾ, ഇമ്പോസിബിൾ എന്ന് ഡോക്ടേഴ്സ് പറയുകയാണ്. ഇവരെ കൗൺസിലിങ്ങിനായിട്ട് റൂമിൽ ഇരുത്തിയേക്കുവാണ്. ഈ കുഞ്ഞിന് യാതൊരു രോഗത്തിൻ്റേതായ, മൈക്രോസെഫാലിയ എന്ന രോഗത്തിൻ്റേതായ ഒന്നും ആ സ്കാനിങ്ങിൽ അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. അതോടൊപ്പം 2 കിലോ മാത്രമുണ്ടായിരുന്ന കുട്ടി 2 ആഴ്ച കൊണ്ട് 3,200 ആവുകയും വലിയൊരു അത്ഭുതമാണ്. എന്താണ് നിങ്ങൾ ചെയ്തതെന്ന് ഇവരോട് ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ കൃപാസനത്തിൽ പോയി അവിടെ ഭക്തിയോടുകൂടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിലുള്ളവരും പ്രാർത്ഥിക്കുന്നുണ്ട്, കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു, അത്രയും ഞങ്ങൾ ചെയ്തുള്ളൂ എന്നവർ പറഞ്ഞു. പക്ഷേ ഡോക്ടേഴ്സിന് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവർ വീണ്ടും വീണ്ടും സ്കാൻ ചെയ്യുകയും കുട്ടിയുടെ എല്ലാ ലെവലുകളും പരിശോധിച്ചു. ഒന്നിലും കുഞ്ഞിന് ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ഒരു അത്ഭുത രോഗശാന്തിയാണ് അവിടെ ഞങ്ങൾക്ക്. മൈക്രോസെഫാലിയ എന്ന രോഗം കുഞ്ഞിന് ഉണ്ടായില്ല. 2 ആഴ്ച കഴിഞ്ഞ് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ആ കുഞ്ഞാണ് ഈ ഇരിക്കുന്നത്, പീറ്റർ ജൂഡ് കിരൺ.